പക്ഷെ നമ്മളിപ്പോൾ ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് വേറൊരു പ്രതികരണത്തിലേക്ക് കൂടി പോയാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത് രാഷ്ട്രീയ പ്രേരിതമെന്ന അഭിപ്രായം ഇല്ലെന്നാണ് മുതിർന്ന CPIM നേതാവ് EP ജയരാജൻ പറയുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഇടതുപക്ഷ ഗവൺമെൻറ്റിനൊന്നും മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അന്ന് വ്യക്തമാക്കിയതാണ്. അതിൻ്റെ നടപടിക്രമങ്ങളാണ് തുടരുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളെ ഒരിക്കലും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത് ആർക്കും ഭൂഷണമല്ല. വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്തി സത്യസന്ധമായി ഏത് നടപടികൾ സ്വീകരിക്കുന്നതിന് ഞങ്ങൾ ഒരിക്കലും എതിർത്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. അർജുൻ്റെ ചുരുങ്ങമുണ്ട്. അർജുൻ, അപ്പോൾ എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, ആ ലൈനാണ് EPക്ക്. സേതു, ഇക്കാര്യത്തിൽ PS പ്രശാന്തിന് ഒരു സംരക്ഷണം തീർക്കുന്നില്ല CPIM എന്നുള്ളത് ശ്രദ്ധേയമാണ്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കസ്റ്റഡിയിലെടുക്കൽ എന്ന് ഈ ഘട്ടത്തിൽ കരുതുന്നില്ല എന്നുള്ളതാണ് CPIMന്റെ മുതിർന്ന നേതാവായിട്ടുള്ള EP ജയരാജൻ പ്രതികരിച്ചിട്ടുള്ളത്. മുൻ അനുഭവം കൂടി ഇക്കാര്യത്തിൽ CPIM മുഖവിലക്കെടുക്കുന്നു എന്ന് വേണം കരുതാൻ. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണങ്ങളിൽ ഒന്നായും CPIM വിലയിരുത്തിയിരുന്നു. വലിയ വിമർശനം അത് സംബന്ധിച്ച് CPIMനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണടച്ചുകൊണ്ടുള്ള ഒരു പിന്തുണ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നവർക്കോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരുന്നവർക്കോ വേണ്ടതില്ല, കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് CPIM മാറുകയാണ്. അതുകൊണ്ട് കൂടിയാണ് PS പ്രശാന്തിന് ഒരു സംരക്ഷണം ഒരുക്കുന്ന നില CPIM സ്വീകരിക്കാത്തത്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോകുന്നു CPIM. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കസ്റ്റഡിയിലെടുക്കൽ രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന നിലപാട് ഇപ്പോൾ EP ഓക്കെ അർജുൻ, ശരി, വ്യക്തമാണ്. അപ്പൊ അതാണ് EP ജയരാജന്റെ നിലപാട്. വളരെ